നിങ്ങൾ ഈ ആവശ്യപ്പെടുന്ന കാര്യം ലോകത്തൊരിടത്തും നടക്കുന്ന കാര്യമല്ല. പിന്നെ വേണമെങ്കിൽ അയാൾക്കെതിരെ ഗാർഹിക പീഡനത്തിന് ഞാൻ കേസെടുക്കാം. എന്റെ മോളുടെ അവസ്ഥ സാറൊന്ന് മനസ്സിലാക്കണം. സാർ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. ചെറിയ കുട്ടികളാണെങ്കിൽ രണ്ടടി കൊടുത്ത് നന്നാക്കാം. ഇത്രയും പ്രായം ചെന്ന അമ്മയോടും മോളോടും ഞാൻ എന്ത് പറഞ്ഞ് മനസ്സിലാക്കാനാ? പോരാത്തതിന് നിയമത്തിൻ്റെയും പോലീസിൻ്റെ ആനുകൂല്യം അവർക്കുള്ളതാ. ആരേ സജീവൻ? ഞാൻ സാർ അകത്തോട്ട് വിളിക്കുന്നു. സാർ നീയാണോ സജീവൻ? അതെ സാർ. താനൊക്കെ ഇങ്ങനെ കാണിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്കാണല്ലോ ഇരിക്കപ്പുറത്തില്ലാത്തത്. തന്റെ ഭാര്യയ്ക്ക് അത്രയും സ്നേഹവും വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ തനിക്ക് വൃക്ക എന്ന് ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടെന്ന്. അത് കിട്ടിക്കഴിഞ്ഞപ്പോ താൻ തനി സ്വഭാവം കാണിക്കുക. സാർ, ഇതൊരു ചെറിയൊരു കുടുംബ പ്രശ്നമാണ്. ഇത് ഇവിടം വരെ എത്തിക്കേണ്ട ഒരു കാര്യമില്ല ഇവർക്ക്. അതെ, ഇവര് തീരുമാനിച്ചോളും. നീ ഇത്രയൊക്കെ ഉണ്ടാക്കി വെച്ചില്ലേ, ഇനി ഇവര് പറയുന്നതൊക്കെ ചെയ്യാൻ പറ്റുമോ സജീവ? ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? നിനക്ക് തന്ന നിന്റെ ഭാര്യയുടെ വൃക്ക അവർക്ക് തിരിച്ചു കൊടുക്കണമെന്നാ പറയുന്നത്. സാധിക്കുമോ? വൃക്ക തിരിച്ചു കൊടുക്കാനോ? അതെങ്ങനെയാണ് സാർ? മദ്യം വെച്ച് നശിപ്പിക്കാൻ വേണ്ടി അല്ല സാറേ എന്റെ മോളുടെ വൃക്ക അവനെ കൊടുത്തത്. സാർ, സർജറിക്ക് ശേഷം ഞാൻ ഒരു തുള്ളി മദ്യം കഴിച്ചിട്ടില്ല. ഇവരെന്നെ തെറ്റിദ്ധരിച്ചാണ്. എടോ, പഞ്ചായത്ത് പ്രസിഡന്റ് മുതൽ കലക്ടർ വരെ സാക്ഷ്യപ്പെടുത്തിയിട്ടാണ് ഒരാൾ മറ്റൊരാൾക്ക് അവയവദാനം ചെയ്യുന്നത്. അത് അമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും തിരിച്ച് ചോദിച്ചെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം തനിക്കാ. സാർ നേരത്തെ പറഞ്ഞില്ലേ, ഇവർക്ക് എന്നുള്ള ഇഷ്ടം കൊണ്ടാണ് അവരെ വൃക്ക എനിക്ക് ദാനം ചെയ്തത്, എന്റെ ജീവൻ രക്ഷിച്ചത്. ആ സ്നേഹം കൊണ്ട് പിന്നെ എന്താണ് അവരെ തിരിച്ചു ചോദിക്കുന്നത്? അപ്പൊ അത് യഥാർത്ഥത്തിലുള്ള സ്നേഹമാണോ സാർ? സാർ പറയൂ. എന്തോന്ന്? സജീവ, സജുനിപ്പോ പോ. പിന്നെ ഞാൻ വിളിക്കുമ്പോ തിരിച്ചു വരണം. താങ്ക് യു സാർ. സാറേ അവൻ അഭിനയിക്കാൻ ചക്രവർത്തിയാ. ഇങ്ങനെ അഭിനയിച്ചാ സാറേ അവൻ എന്റെ മോളുടെ ജീവിതത്തിലേക്ക് എന്തു പറഞ്ഞിടാ? വണ്ടി എടുക്കൂ. എന്താ പറഞ്ഞ പറയാം. ഞാൻ പറയാം, വണ്ടി എടുക്കൂ. മോളെ, ഈ തീരുമാനമായിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ കേസ് ഇവിടെ നിൽക്കത്തില്ല. നിങ്ങൾ കോടതിയെ സമീപിക്കേണ്ടി വരും. സാറേ ഒന്നുകൂടെ ആലോചിച്ചിട്ട് സാറേ പ്ലീസ്. സാർ, അതെ, ഞാൻ പറഞ്ഞല്ലോ, പോലീസിന് ഈ കേസിൽ ഇടപെടുന്നതിൽ പരിമിതികളുണ്ട്. വേണമെങ്കിൽ ഗാർഹിക പീഡനത്തിന് ഒരു പരാതി കൊടുക്കാം. പിടിക്കും മേഡം, പിടിക്ക്. വരും മേഡം. നിങ്ങൾ ഇങ്ങോട്ട് വന്നേ മനുഷ്യൻ. അതെ, SI സാറുണ്ടോ? അകത്തുണ്ട്. എന്തായി? ഇനി കോടതി കാണാം. അതെ, ഒന്ന് നിന്നേ. ഇതിൽ കയറിക്കോ. അതെ മാഡം, SI സാർ വിളിക്കുന്നു. അവിടെ നിൽക്കേ. സാറേ, നിങ്ങൾ ഇയാളെ അടിച്ച? ഇയാളാണ് മദ്യം കൊടുത്ത് എന്റെ മോളുടെ വൃക്ക നശിപ്പിക്കാൻ കൂട്ടുനിന്നത്. എന്റെ സാറേ, ഇവര് വെറുതെ പറയുന്നതാ. എന്റെ ഭർത്താവ് സ്വന്തമായിട്ട് വെള്ളം അടിക്കും എന്നല്ലാതെ ഒരു മനുഷ്യർക്ക് ഒരു തുള്ളി പോലും ഒഴിച്ചു കൊടുക്കാറില്ല. അന്നത്തെ രാത്രിയാണെങ്കിൽ ഇവളുടെ ഭർത്താവ് ഒരു തുള്ളി പോലും കുടിച്ചിട്ടുമില്ല. ഞങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നതാ സാറേ. ഒരു കാര്യമില്ലാതെയാണ് ഇവൾ അന്ന് എന്റെ രമേശേട്ടനെ തല്ലിയത്. നിങ്ങൾ ആണുങ്ങളുടെ സ്വസ്ഥത സാറേ, എന്റെ രമേശേട്ടന്റെ അണപ്പല്ലാണ് അടിച്ചു കളഞ്ഞത്. അതുകൊണ്ട് സാറ് ഈ പരാതി സ്വീകരിക്കണം. ഞങ്ങൾക്ക് നീതി കിട്ടണം. എന്തായാലും ഒരു കേസുമായിട്ട് കോടതി പോകാൻ നിൽക്കല്ലേ, അതിന്റെ കൂടെ ഇവിടെ ഇരിക്കട്ടെ. സാറേ, ഈ കേസ് കോടതിയിൽ നിൽക്കത്തില്ല. വിജിമോള് സ്നേഹത്തോടെ ഭർത്താവിനോട് പറഞ്ഞാൽ ഈ മദ്യപാനൊക്കെ നിർത്താൻ സാധ്യതയില്ലേ? സാറേ, എനിക്ക് അയാളോടുള്ള വിശ്വാസമൊക്കെ പോയി. ദാമ്പത്യ ജീവിതത്തിലെ വിശ്വാസവും സ്നേഹമൊക്കെ പ്രധാനം തന്നെ. എന്നാലും ഒരു സെറ്റി പിന്നു പോലും അനാവശ്യമായി കൊണ്ട് കളയുന്നല്ല എന്റെ മോള്. അത്രയ്ക്ക് അടക്കം ചിട്ടയോടെ കൂടിയാ ഞാൻ അവളെ വളർത്തിയിരിക്കുന്നത്.
അങ്ങനെയുള്ള ഇവളാ ഈ മണ്ടത്തരം കാണിച്ചത്. മകളും ഭർത്താവും എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് തിരുത്തേണ്ടത് നിങ്ങളുടെ ജോലിയല്ലേ? ഇല്ല, ആ ചതിയന്റെ കൂടെ ഇനി എൻ്റെ മോള് ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഞങ്ങളുടെ തീരുമാനത്തിൽ ഒരു മാറ്റമില്ല സാർ. സാറിന് ഇതിൽ എന്താ ചെയ്യാൻ പറ്റുന്നത്? എനിക്കറിയാവുന്നതും ഞാൻ പഠിച്ച നിയമമൊക്കെ വെച്ച് നോക്കിയാൽ ഈ കേസിന് യാതൊരു വാല്യൂ ഇല്ല. എന്തായോ കൊറേ നേരമായല്ലോ, ഒന്ന് വേഗം എടുത്തിട്ട് വാടും. ആ ബെസ്റ്റ്. ദോ അതിന്റെ വിധി എപ്പോഴേ വന്നതാ. ആള് ജീവപര്യന്തത്തിനകത്താ. 83 അല്ല 85. 85 ആ. പണ്ടാരെത്ര നേരം ഇങ്ങനെ തപ്പണം, ഇവിടെ ഉണ്ടാവും. നിങ്ങൾ പൂർണ്ണ മനസ്സോടെയും നിയമപരമായിട്ടല്ലേ ഭർത്താവിന് വൃക്ക കൊടുത്തത്? ഇന്ത്യൻ നിയമവ്യവസ്ഥ വെച്ച് തിരിച്ചു ചോദിക്കാനുള്ള അവകാശം ഇനി നിങ്ങൾക്കില്ല. ആ ശരി, ഞാൻ വിളിക്കാം. സാർ കിട്ടി കിട്ടി. ഇയാള് മാത്രമേ ഉള്ളൂ വക്കീല്. എൻ്റെ അടുത്ത് ഒരു ഉപദേശി വന്നിരിക്കുന്നു. കലക്കും സാർ. ഇതാണോടോ ഞാൻ പറഞ്ഞ കേസ് ഫയല്? വീണ്ടും 83. താനൊക്കെ ആർക്ക് വേണ്ടിയാ പണിയെടുക്കുന്നത്? ഒന്ന് ഇറങ്ങിപ്പോടോ, ഞാൻ നോക്കിയെടുത്തോളാം. വലിയ ഉപകാരം സാർ. ഇപ്പോ തേങ്ങ ഇടാൻ ആളെ കിട്ടാനല്ലേ പാട്. അതെ, താൻ തേങ്ങിടമെന്നാണോ? അല്ല, ഞാൻ വക്കീല, അഡ്വക്കേറ്റ് ജിജോ തട്ടുംപുറം. അല്ല, തേങ്ങിടാൻ വരുന്നവനും ഈ കൊലത്തിലാ വരുന്നത്, അതുകൊണ്ട് ചോദിച്ചതാ. ക്ഷമിക്കണം കേട്ടോ. ആരാ? ഹലോ ആൻറ്റി, ഞാൻ അഡ്വക്കേറ്റ് ജിജോ തട്ടുംപുറം. നിങ്ങളുടെ കേസ് വിട്ടതിൽ വർഗീസ് വക്കീലിന് ഭയങ്കര കുറ്റബോധമുണ്ട്. ഇങ്ങനെയുള്ള കേസുകൾ അദ്ദേഹം എന്നെയാണ് ഏൽപ്പിക്കാറുള്ളത്. അല്ല, വക്കീൽ വീട് എങ്ങനെ കണ്ടുപിടിച്ചു? ഈ പഞ്ചായത്തിലെ തൊട്ടിപ്പറമ്പിൽ കുഞ്ഞു വളരത്ത ആരാ ഉള്ളേ? ആൻറ്റി സമ്മതിക്കുകയാണെങ്കിൽ ഇനി നിങ്ങളുടെ കേസ് വാദിക്കുന്നത് ഞാനായിരിക്കും. കേസോ? എന്ത് കേസ്? അല്ല, അങ്കിളിന് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലെന്ന് തോന്നുന്നു. അല്ല, അത് ഞാൻ പറഞ്ഞു. പുള്ളിക്ക് അല്ലെങ്കിലും ഒന്നിനെ കുറിച്ച് ഒരു അറിവുമില്ല. സാരമില്ല, അങ്കിൾ ഞാൻ എല്ലാം വിശദമായി പറഞ്ഞുതരാം. നമുക്ക് അത്തോട്ടിരിക്കാം. വരൂ ആൻറ്റി. ഈ കേസേ 2012 അമേരിക്കയിൽ നടന്നൊരു കേസാ. ഇവിടെ ഭർത്താവാണ് ഭാര്യയ്ക്ക് വൃക്ക നൽകിയത്. പിന്നീട് ഭാര്യയ്ക്ക് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അയാൾ വൃക്ക തിരിച്ചു ചോദിക്കാൻ. ഇവിടെ ഈ ആവശ്യമായിട്ട് ഇയാൾ കോടതിയിൽ ചെന്നപ്പോൾ അവർ ഡിവോഴ്സ് ആയി തന്നെ അംഗീകരിച്ചു കൊടുത്തു. പക്ഷെ വൃക്ക തിരിച്ചു തരണം എന്നുള്ള ആവശ്യം പറഞ്ഞപ്പോൾ കോടതി വിധിച്ചതൊരു വലിയ തുകയായിരുന്നു. സംഭവം നടന്നത് അമേരിക്കയിലാണെങ്കിലും നമ്മുടെ കേസിന് ഇത് ഉപകാരപ്പെട്ടു. 4-5 വർഷമായി ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കേട്ടെടുത്തോളം എനിക്ക് ഈ കേസിനോടുള്ള താല്പര്യം ഇതിൻ്റെ യുണീക്നെസ്സാ. മനസ്സിലായില്ല? ഈ യുണീക്നെസ് ഒരു സംഭവമാണ്. അതിന് ഞാൻ നിങ്ങളെ അപ്രിഷ്യേറ്റ് ചെയ്യുന്നു. പോളി. കാരണം ലക്ഷത്തിലൊരാൾക്ക് ചിന്തിച്ചതുപോലെ ഒരു കേസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞങ്ങളെപ്പോലത്തെ വക്കീലന്മാർ ശ്രദ്ധിക്കപ്പെടുന്നത്. വക്കീൽ പറ, ഈ കേസ് ജയിക്കാൻ നമ്മൾ എന്താ ചെയ്യണ്ടേ? ഞാൻ ഈ കേസ് ഏറ്റെടുക്കുവാണെങ്കിൽ അയാളുടെ വൃക്ക മാത്രമല്ല, അയാളുടെ ഹാർട്ട് വരെ ഞാൻ വാങ്ങിച്ചു തരും. വേണോ? നമ്മുടെ നിയമത്തിൽ ഒരുപാട് പഴുതുകളുണ്ട് അതിന്. പക്ഷേ വർഗീസ് വക്കീൽ പറഞ്ഞത് ഈ കേസ് കോടതി എത്തില്ല എന്നാണല്ലോ. എല്ലാ വക്കീലന്മാരും ഒരേപോലെ ചിന്തിക്കുകയാണെങ്കിൽ എല്ലാ കേസിനും കൂടെ ഒരു വക്കീൽ വരും. നിങ്ങളുടെ ആവശ്യം എന്താ? അയാൾ നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് അയാളെ മാക്സിമം ബുദ്ധിമുട്ടിക്കുക. അതോടൊപ്പം കുറച്ച് സാമ്പത്തിക ലാഭം കൂടെ ആയാലോ? എന്ത് പറയുന്നു അങ്കിൾ? അയാളുടെ പേരെന്താ പറഞ്ഞേ? ഹസ്ബൻഡിന്റെ സജീവൻ.
സജീവൻ നമുക്കെന്താ ആവശ്യം? ഈ സജീവന്റെ ഹൃദയം കലങ്ങുന്നവരെ അവനെ കോടതി കയറ്റി ഇറക്കണം. ഡിജിക്ക് നഷ്ടപ്പെട്ട എല്ലാത്തിനും നഷ്ടപരിഹാരമായി ഇരട്ടി തുക മേടിച്ചെടുക്കണം. അതല്ലേ വേണ്ട കുഞ്ഞുമോളാൻറ്റി? അങ്ങനെ തന്നെ വേണം വക്കീലെ. ഞാൻ ഇപ്പൊ വരാം. മോളെ വന്നേ. ഹാപ്പി അല്ലേ? മോളെ, ഈ വക്കീൽ മെടുക്കണ. നമുക്ക് ഈ കേസ് അവന് കൊടുത്താലോ? വക്കീൽ സാർ ഉടനെ തന്നെ ഡൈവേഴ്സ് വാങ്ങിച്ചു കൊടുക്കുമായിരിക്കും അല്ലേ? ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ് ഡാഡി. അല്ല, വക്കീൽ കല്യാണം കഴിച്ചതാണോ? ചില ആലോചനകളൊക്കെ ഇങ്ങനെ നടക്കുന്നുണ്ട്. പെട്ടെന്ന് നടത്തണം, എന്നാലേ ഇതിന്റെ സെറ്റപ്പുകളൊക്കെ ഒന്ന് മനസ്സിലാവൂ. ഇതിൽ 3000 രൂപയുണ്ട്. വക്കീൽ ഇതൊരു അഡ്വാൻസ് ആയി കരുതിയാൽ മതി. അത്രേ ഉള്ളൂ, ബാക്കി നമുക്ക് കാണാലോ. എത്രയും പെട്ടെന്ന് ആ പറഞ്ഞ പോലെ കാര്യങ്ങളൊക്കെ നടന്നാ മതി. ഞാൻ എപ്പോഴും വർക്ക് തുടങ്ങി കഴിഞ്ഞു. ബിജി, ഓൾ ദ ബെസ്റ്റ്.